ജോയിൻ ചെയ്തു. ഒരുത്തിലേക്ക് കയറി ചെല്ലാൻ പോകുമ്പോ ഇങ്ങനെ പോയ പോരോലെ ലെസ്ത്രീനെ കൊണ്ട് ഞാൻ തോറ്റിക്കണി. രാവിലെ തൊട്ട് ക്ലാസ് എടുക്കാൻ തുടങ്ങിയിരിക്കുക. അതിനോട് നേരെ പോയി വലുതുകാലം വെച്ചങ്ങോട്ട് കയറാം. ഇന്ന് നമുക്ക് പാചകത്തെ കുറിച്ച് പഠിക്കാന്നാണ് ഇമ്മ പറഞ്ഞത്. പോയിട്ട് ഭർത്താവിനെ കുടുംബക്കാരെ ഇംപ്രസ് ചെയ്യിപ്പിക്കാനാണോ. നമ്മളപ്പോ കപ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. പഞ്ചായത്ത് അങ്ങ് കുറെ ഇഞ്ചി തട്ടി കുഴിച്ചിന് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കറിയൊക്കെ എടുക്കും. നമ്മൾ ഇന്ന് ഇത് നോക്കിയിട്ടാണ് കപ്സ് ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് ഇമ്മ കപ്സ് ഉണ്ടാക്കാന്ന് അറിയില്ല. ആകെ ഒരു ബിരിയാണി വെച്ചിട്ടാണ് മുപ്പത് ഇത്രയും കാലം പിടിച്ചത്. ആരംഭത്തിലേ ഉണ്ടാക്കി തരുമ്പോഴേക്ക് മരിഭാഗം പറഞ്ഞു കുട്ടികൾക്ക് ഉണ്ടാക്കി കുടിക്കുന്നു. അങ്ങനെ ഞാൻ പരിപാടി അങ്ങ് തുടങ്ങി. ഇക്കി ടേബിൾ സ്പൂൺ ടീസ്പൂൺ ഒന്നും അറിയാത്തോണ്ട് ഞാൻ സ്പൂൺ എടുക്കാനൊന്നും നിൽക്കല്ല. അതിനോട് തന്നെ ഇട്ടാ ബാക്കിയൊക്കെ തവക്കൽ തൊല്ലതോ. ഇതാണെങ്കിൽ ആക്കിറ്റോ ആവുന്നില്ല. സത്യം പറഞ്ഞാൽ ഇത് അധ്വാനമുള്ളതാണ്. ഇതൊന്നും കഴിച്ചിട്ടാണ് ഞാനൊരു സൈഡിൽ നിന്ന് കുക്കിംഗ് അടിക്കുമ്പോൾ മറിയൊരു സൈഡിൽ നിന്ന് മേക്കപ്പ് പ്രാക്ടീസിലാണ്. എന്റെ കല്യാണത്തിന് ഓൾക്ക് തന്നെക്ക് മേക്കപ്പ് ഇട്ടിരണം പോലെ. എന്റെ ഫേസ് റിവീൽ ചെയ്യുമ്പോൾ നല്ല ലുക്ക് വേണ്ടിയിട്ടാണോ അതുകൊണ്ട് ഫ്രണ്ടിന്റെ മൊത്തിട്ട് പഠിച്ച് റെഡി ആയിട്ട് ഇട്ടിട്ടരാന്ന് പറഞ്ഞു. ഇനിയിപ്പോ ഇതിനെ ലാസ്റ്റ് ദിഗംബരനാക്കൂലേ. നമ്മള് ഫുഡ് ഏകദേശം സെറ്റ് ആയിക്കണേ. ഇനി കല്യാണം കഴിയുന്നേരം മറിയന്റെ ഭാഗത്ത് നഗമഴിഞ്ഞ സേവനം ഉണ്ട്. അങ്ങനെ ഇമ്മ പറഞ്ഞതിൽ നമ്മൾ ഫുഡ് റെഡി ആക്കിയിട്ടുണ്ട്. ഗ്യാസിന് ക്ഷാമം വന്ന ഈ സാഹചര്യത്തിൽ ഞാൻ അടുക്കളയിൽ കയറിയാണ്ടെന്ന് ഗ്യാസ് ഉൽപാദനം നടത്താൻ പറ്റുന്നതാണ് ഉമ്മ പറയുന്നത്. നമുക്ക് മറിയന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഫീഡ്ബാക്ക് എടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നാണെന്ന് എന്തേനു എനിക്ക് അതോ ഇത് ഇഷ്ടപ്പെട്ടെ? ഇത് സൂപ്പർ അല്ലേ? ഓക്കെ, നമുക്ക് ജഡ്ജിന്റെ അഭിപ്രായം ചോദിക്കാം. കിട്ടിയോ?